അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഹദീസ് ക്ലാസ് 3259. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് അർഷിൻ്റെ തണൽ ലഭിക്കുന്ന 8ാമത്തെ വിഭാഗത്തെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ കേട്ട ഒരു ഹദീസ് ഉണ്ട്, നമുക്ക് നേരത്തെ അറിയാവുന്നൊരു ഹദീസ്, പഠിച്ചൊരു പാഠമുണ്ട്, അർഷിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളെക്കുറിച്ച്. അതിൻ്റെ പുറമെ 8ാമതൊരു വിഭാഗത്തിനു കൂടി അർഷിൻ്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഒരു വലിയ ഹദീസിൽ വിശാലമായ പല വിഷയങ്ങളും പറഞ്ഞൊരു ഹദീസിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഭാഗമാണ്. വഹുവ യഖൂൽ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ അന്നറ മുഴ്സിറൻ, ഒരാൾ ഒരു മുഴ്സിറിന് സാവകാശം കൊടുത്താൽ, നമ്മൾ കടം കൊടുത്തിട്ട് തിരിച്ചു തരേണ്ടയാൾ, അദ്ദേഹം സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളായതുകൊണ്ട്, ദാരിദ്ര്യത്തിലുള്ള ആളായതുകൊണ്ട്, നമ്മുടെ കടം പെട്ടെന്ന് വീട്ടാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല. അപ്പം നമ്മൾ അദ്ദേഹത്തിന് സാവകാശം കൊടുത്താൽ, നീ കിട്ടുമ്പോൾ തന്നാൽ മതി, അല്ലെങ്കിൽ 1 മാസം തന്നെ 2 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി, ഇങ്ങനെ അദ്ദേഹത്തിന് സാവകാശം കൊടുത്താൽ, ഔ വദാൻഹു, അല്ലെങ്കിൽ അവരെ തൊട്ട് ആ കടം തന്നെ ഒഴിവാക്കി വെച്ചു. അയാളുടെ സാമ്പത്തിക പ്രയാസം കണ്ടറിഞ്ഞപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കി. ഇങ്ങനെ രണ്ടാലൊരു കാര്യം ചെയ്താൽ, ഒന്നുകിൽ സാവകാശം കൊടുത്തു, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചു, എന്നാൽ അതല്ലഹുല്ലാഹു ഫി ദില്ലി, അള്ളാഹു തആല അവന് അർശിൻ്റെ തണലിൽ തണൽ കൊടുക്കുമെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച 7 വിഭാഗത്തെ പോലെ തന്നെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയാണ് കടം തരാനുള്ളവർക്ക് സാവകാശം കൊടുക്കുന്നവൻ, അല്ലെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നവൻ. സാമ്പത്തിക ശേഷിയില്ലാതെ പ്രയാസപ്പെടുന്നയാൾക്ക് അല്ലാഹു തആല അത്തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് പ്രയാസരഹിതമായി കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.